ഓണമാകുമ്പോൾ വിലക്കയറ്റത്തിന്റെ വാർത്തകളുടെ സമയമാണ്. ഓണത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ശരിക്കും ഇപ്പോൾ വില കൂടിയിട്ടുണ്ടോ? എന്താണ് ഈ വിലക്കയറ്റത്തിന്റെ യഥാർത്ഥ കഥ? ശരിക്കും വില കൂട്ടുന്നത് ആരാണ്? ഓണത്തിന് മുന്നോടിയായി എന്നു മുതലാണ് വില കൂടുന്നത്? ഈ വില കുറയ്ക്കാൻ സർക്കാർ വിചാരിച്ചാൽ സാധിക്കില്ലേ? ഇങ്ങനെ ഒരു പിടി ചോദ്യങ്ങളുമായി വസ്തുതകളിലൂടെയുള്ള ഒരു അന്വേഷണമാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ്. ഓണത്തിനുള്ള കൊയ്ത്തുവഴികൾ. ഓണക്കാലത്ത് ഏറ്റവും ആവശ്യം പച്ചക്കറിയാണ്. ഏറ്റവും വില കൂടുന്നതും പച്ചക്കറിക്കാണ്. നമ്മൾ 4 ഇനങ്ങൾ മാത്രം എടുക്കുന്നു: നേന്ത്രക്കായ, വഴുതന, തക്കാളി, പാവയ്ക്ക. ഏറ്റവും കൂടുതൽ വിപണിയിൽ എത്തുന്ന ഈ 4 ഇനങ്ങളുടെ വില നോക്കാം. ഈ വിലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ കടകളിൽ നിന്ന് എടുക്കുന്നതല്ല. വിപണിയിൽ ഓരോ ദിവസവും എത്ര ടൺ വന്നുവെന്നും അത് എത്ര വിലയ്ക്കാണ് വാങ്ങിയതെന്നും കണക്കെടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ അഗ്മാർക്ക് നെറ്റ്. രാജ്യത്ത് എവിടെയും വിപണിയിൽ എത്തുന്ന ഇനങ്ങളുടെ വില ആ സംവിധാനം വഴി അറിയാം. കേരളത്തിന്റെ മധ്യഭാഗത്തുള്ള എറണാകുളം മാർക്കറ്റിലെ വില നോക്കാം. നേന്ത്രക്കായയ്ക്ക് ഓഗസ്റ്റ് 1-ന് ക്വിന്റലിന് അഥവാ 100 കിലോയ്ക്ക് വില 5500 രൂപയായിരുന്നു. അതായത് മാർക്കറ്റിൽ എത്തിയ വില കിലോയ്ക്ക് 55 രൂപയായിരുന്നു എന്ന് അർത്ഥം. ഓഗസ്റ്റ് 28-ന് എറണാകുളം മാർക്കറ്റിൽ എത്തിയത് 5100 രൂപയ്ക്ക്. ശരിക്കും ഈ മാസം വില കുറയുകയാണ് ചെയ്തത്. പക്ഷേ കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഉള്ളതിനേക്കാൾ വില കൂടി. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 28-നായിരുന്നു ഓണം. അതുകൊണ്ട് ഓഗസ്റ്റ് 26-ലെ വിലയാണ് എടുത്തിരിക്കുന്നത്. വഴുതനയിലേക്ക് വന്നാൽ ഈ ഓഗസ്റ്റ് 1-ന് 100 കിലോയ്ക്ക് 5400, ഓഗസ്റ്റ് 28-ന് 5200. കഴിഞ്ഞ വർഷം 3000 രൂപ മാത്രമായിരുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നല്ല വിലവർധന ഉണ്ടെങ്കിലും ഈ മാസം പക്ഷേ കുറയുകയാണ് ചെയ്തത്. തക്കാളി വില ശരിക്കും കുറഞ്ഞു. ഓഗസ്റ്റ് 1-ന് 3600 ആയിരുന്നു. കഴിഞ്ഞ വർഷം ഉത്രാടത്തലേന്ന് വില 4300 ആയിരുന്നു. പാവയ്ക്ക എടുത്താൽ ഓഗസ്റ്റ് 1-ന് വിപണിയിൽ എത്തിയത് 6000 രൂപയ്ക്കാണ് എങ്കിൽ ഓഗസ്റ്റ് 28-ന് 4100 രൂപയ്ക്ക് കിട്ടി. കഴിഞ്ഞ വർഷം ഉത്രാടത്തലേന്ന് 5500 രൂപയും ഉണ്ടായിരുന്നു. ഒരു കാര്യം വ്യക്തമായി പറയാം: പച്ചക്കറികളിൽ എല്ലാ ഇനങ്ങൾക്കും ഓഗസ്റ്റ് 1 മുതൽ 28 വരെ വില കുറയുകയായിരുന്നു. ഇനിയുള്ള 15 ദിവസം വില കൂട്ടിയാൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ: ഇടനിലക്കാർ കൂടുതൽ ലാഭം എടുക്കുന്നു. ആവശ്യം കൂടുന്നത് കൊണ്ട് വില കൂടുന്നു എന്ന ന്യായമൊക്കെ ശുദ്ധ തട്ടിപ്പാണ്. ലാഭമെടുപ്പാണ് ശരിക്കു കൂടുന്നു. ഈ പറഞ്ഞതൊന്നും സാധാരണക്കാർക്ക് കിട്ടുന്ന വിലയല്ല, അത് മൊത്ത വിലയാണ്. അതിൽ നിന്ന് 20 രൂപ വരെ ഉയർന്ന വിലയ്ക്കാണ് ചില്ലറ കച്ചവടം നടക്കുന്നത്. പക്ഷേ മാർക്കറ്റിൽ വില ഉയർന്നിട്ടില്ല എന്നതാണ് പച്ച പരമാർത്ഥം. വില കൂടിയെന്ന് ഏതെങ്കിലും കച്ചവടക്കാർ പറഞ്ഞാൽ അത് പരിശോധിക്കാൻ രാജ്യത്തെ മുഴുവൻ മൊത്ത വിപണിയിലും എത്തുന്ന വില അഗ്മാർക്കിൽ നിന്ന് കിട്ടും. ഇനി അരി പോലുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് വരാം. ചുവന്ന മട്ട അരി ഓഗസ്റ്റ് 27-ന് 52 രൂപ 7 പൈസയാണ്. കഴിഞ്ഞ മാസം 51 രൂപ 57 പൈസ. 2 മാസം മുമ്പ് ജൂൺ 27-ന് 51 രൂപ 50 പൈസ എന്നിങ്ങനെയായിരുന്നു വില. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 51 രൂപ 86 പൈസയായിരുന്നു. ആ വിലയുമായി തട്ടിച്ചു നോക്കുമ്പോൾ അരിക്ക് 21 പൈസ കൂടിയിട്ടുണ്ട്. ഉഴുന്നിന് കഴിഞ്ഞ 2 മാസവും ഉണ്ടായിരുന്ന വിലയേക്കാൾ 1.25 രൂപ കുറയുകയാണ് ചെയ്തത്. കഴിഞ്ഞ വർഷത്തേതുമായി നോക്കുമ്പോൾ 18 രൂപയിലധികം കൂടിയിട്ടുണ്ട്. വറ്റൽ മുളകിന് വില കഴിഞ്ഞ 2 മാസമായി കുറയുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറവ് 80 രൂപയും വരും. ഓണമായതോടെ വിലക്കയറ്റമായി എന്ന പ്രചാരണം ഇടനിലക്കാരാണ് നടത്തുന്നത്. ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരും വാങ്ങുന്ന സാധാരണക്കാരുമാണ് വഞ്ചിക്കപ്പെടുന്നത്. സർക്കാരുകൾ ഇടപെടേണ്ടത് ഈ ഘട്ടത്തിലാണ്. സ്വാഭാവികമായ വിലക്കയറ്റമുണ്ടെങ്കിൽ അത് ദൃശ്യമാകേണ്ടത് ഈ സമയത്തായിരുന്നു. അതില്ല. ഉൽപ്പന്നങ്ങൾ കൂടിയ തോതിൽ എത്തുന്നുമുണ്ട്. ഓഗസ്റ്റ് 1-ന് 4 ടൺ വന്ന ഇനം 27 ആയപ്പോഴേക്കും 8 ടൺ ഒക്കെ എത്തുന്ന നില ആയിട്ടുണ്ട്.
എന്നിട്ടും വില കൂടിയിട്ടില്ല എങ്കിൽ സ്വാഭാവികമായ വിലക്കയറ്റം ഇല്ല എന്നാണ് അർത്ഥം. ഇനിയുള്ള 15 ദിവസം അസ്വാഭാവികമായി വില ഉയരാതിരിക്കാൻ കൈക്കൊള്ളേണ്ടത് പരമ്പരാഗതമായ ആ മാർഗം തന്നെയാണ്. സർക്കാർ ഓണച്ചന്ത. സബ്സിഡി നിരക്കിൽ പച്ചക്കറികൾ വിൽക്കുന്ന ചന്തകൾ സഹകരണ സംഘങ്ങളുടെയും മറ്റും നേതൃത്വത്തിൽ മുമ്പ് നടന്നിരുന്നത് ഉറപ്പാക്കുക. ഇനി ഈ വർഷത്തെ ഓണം വിപണിയിലെ ഒരു മാറ്റം നോക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് ഓണത്തിന് തൊട്ടു മുമ്പുള്ള 15 ദിവസമാണ്. അത് മൂർധന്യത്തിൽ എത്തുന്നത് ഓണത്തിന് മുമ്പുള്ള 5 ദിവസവും. ഇത്തവണ എങ്ങും ആഘോഷങ്ങളില്ല. ആചാരപരമായ ചടങ്ങുകൾ മാത്രമേ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും നടക്കുന്നുള്ളൂ. ആഘോഷങ്ങളിലെ ഈ കുറവ് വിപണിയിലും ദൃശ്യമാകുന്നുണ്ട്. മഴ ശക്തമായി തുടങ്ങിയ ജൂലൈ പകുതിക്ക് ശേഷം വിൽപ്പന നന്നായി കുറഞ്ഞു. ജൂണിൽ 11,420 കോടി രൂപയായിരുന്നു സംസ്ഥാനത്തിന്റെ മൊത്തം നികുതി വരുമാനം. ജൂലൈയിൽ അത് 7,718 കോടിയായി ഇടിഞ്ഞു. ഒറ്റ മാസത്തെ നികുതിയിലെ കുറവ് 3,500 കോടി രൂപയാണ്. ജൂലൈ 30 പുലർച്ചെയായിരുന്നു വയനാട് ഉരുൾപൊട്ടൽ. ഓഗസ്റ്റിലെ കണക്കുകൾ വരാനിരിക്കുന്നതേയുള്ളൂ. വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ സ്തംഭനം ആ ജില്ലയെ മാത്രമല്ല എല്ലാ ജില്ലകളെയും ബാധിച്ചിരുന്നു എന്നാണ് കച്ചവടക്കാർ പറയുന്നത്. കച്ചവടം കുത്തനെ കുറയുന്ന ഇക്കാലത്ത് വില ഉയരാൻ ഒരു കാരണവുമില്ല. അങ്ങനെ വില കൂട്ടി ആരെങ്കിലും പാവങ്ങളെ പിഴിയുന്നുണ്ടെങ്കിൽ കർശനമായി ഇടപെടേണ്ടതുണ്ട്. ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.